ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ. അപ്പോൾ ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ ഇന്ന് നല്ലൊരു പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണ്. ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു കിഡിലൻ പ്ലം കേക്കാണ്. എല്ലാവർക്കും ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റുള്ളൊരു കിഡിലൻ കേക്കാണ്. അപ്പോൾ ഈ ഒരു കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുത്തതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഒരു കപ്പ് ഡ്രൈ ഫ്രൂട്ട്സാണ് എടുത്തത്. ഇതിലുള്ളത് ഈത്തപ്പഴം, ടൂട്ടി ഫ്രൂട്ടി ഉണ്ട്, പിന്നെ ഇതിൽ മുന്തിരി ബ്ലാക്കും ഉണ്ട്, നമ്മുടെ സാദാ മുന്തിരി ഉണ്ട്, പിന്നെ മിക്സായിട്ട് വാങ്ങിക്കുന്ന കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും എടുത്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ ഒരു കപ്പാണ് എടുത്തത് എല്ലാം കൂടെ. ഇതിലേക്ക് ഇനി ജ്യൂസാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഓറഞ്ചിൻ്റെ ജ്യൂസ് വെള്ളം ചേർക്കാതെ അരച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഡ്രൈ ഫ്രൂട്ട്സ് മുങ്ങുന്ന രീതിയിലാണ് നമ്മൾ ഒഴിച്ച് കൊടുക്കേണ്ടത് ഓറഞ്ച് ജ്യൂസ്. ഞാനിപ്പോൾ ഇതാ ഒരു ഗ്ലാസ് ജ്യൂസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു മണിക്കൂർ ഞാനിതൊന്ന് അടച്ച് വെക്കുന്നുണ്ട്. ഇതിലൊന്ന് സോക്ക് ചെയ്യാൻ വെക്കുകയാണ്. തലേ ദിവസം തന്നെ ഇങ്ങനെ വെച്ചാൽ നല്ലതാണ്. ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല, പുറത്ത് തന്നെ വെച്ചാൽ മതി. അപ്പോൾ ഞാനിത് ഒരു മണിക്കൂർ ഒന്ന് കുതിർത്ത് വെക്കുകയാണ്. പഞ്ചസാര കാരമൽ ചെയ്തെടുക്കാം. 1/4 കപ്പ് പഞ്ചസാരയാണ് എടുത്തത്. ഇതുപോലെ ഒരു പാത്രത്തിലിട്ടിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് ഇതുപോലെ വെച്ച് കൊടുത്താൽ മെൽറ്റായിട്ട് വരും. അപ്പോൾ ചെറുതായിട്ട് കളർ മാറി വരുന്ന സമയത്ത് സ്പൂണ് വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. നല്ലൊരു ഗോൾഡൻ കളറാകുന്ന സമയത്ത് ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ചൂടുള്ള വെള്ളമാണ് ഇതിലേക്ക് ഒഴിക്കുന്നത്. അപ്പോൾ തിളച്ച വെള്ളം ഒഴിക്കുന്ന സമയത്ത് ഒന്ന് മാറി നിന്നിട്ട് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് കുറച്ച് സമയം കൂടി ഒന്ന് തിളപ്പിച്ചെടുത്താൽ നമ്മുടെ കാരമൽ റെഡിയായി കിട്ടിക്കോളും. അത് നമുക്ക് മാറ്റി വെക്കാം. ചൂട് പോവാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെക്കാം. ഈ ഒരു കേക്കിന് 1.5 കപ്പ് മൈദയാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറാണ് ചേർത്തത്. പിന്നെ ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് നമ്മൾ ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പട്ട, ഗ്രാമ്പു, ഏലയ്ക്ക, ജാതിക്ക, ഇതെല്ലാം കൂടി പൊടിച്ചെടുത്തിട്ടുള്ളതാണിത്. 1 ടീസ്പൂണാണ് ഇത് ചേർക്കുന്നത്. ഇനി ഇത് നല്ലോണം അരിച്ചിട്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഈ കേക്കിന് നമുക്ക് 2 മുട്ടയെ ആവശ്യമായിട്ടുള്ളൂ. പിന്നെ ഇതിലേക്ക് 100 ഗ്രാം ബട്ടറാണ് വേണ്ടത്. അപ്പം ബട്ടർ ഫ്രിഡ്ജിൽ നിന്നും പുറത്തെടുത്തിട്ടുള്ള ബട്ടറായിരിക്കണം. അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് മെൽറ്റായിട്ടുള്ള ബട്ടറാണ് വേണ്ടത്. പിന്നെ ഇതിലേക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാര ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള കപ്പ് 250 ml കപ്പിലാണ് ഞാനിപ്പോൾ അളവെടുത്തിട്ടുള്ളത്. ഇനി ഈ ഒരു ബട്ടറും പഞ്ചസാരയും കൂടി ബീറ്റർ വെച്ചിട്ട് ഒന്ന് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്ററോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വിസ്ക് വെച്ചിട്ട് ബീറ്റ് ചെയ്തെടുത്താലും മതി. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് 2 മുട്ടയും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മളെ ബട്ടറും പഞ്ചസാരയും മുട്ടയൊക്കെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് കാരമൽ സിറപ്പാണ്. അപ്പോൾ ചൂട് പോയിട്ട് വേണം കാരമൽ സിറപ്പ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാൻ. അപ്പോൾ നല്ലോണം ചൂടൊക്കെ പോയിട്ടുണ്ട്. അതും കൂടി ചേർത്തിട്ടൊന്നങ്ങ് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ 1 മണിക്കൂറാണ് ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. കൂടുതൽ സമയം നിങ്ങൾക്കുണ്ടെങ്കിൽ കൂടുതൽ വെക്കൽ നല്ലതാണ്. ഒരു ദിവസം വെച്ചാൽ അത്രയും നല്ലത്. ഇപ്പോൾ ചേർത്തിട്ടുള്ളത് 1/4 ടീസ്പൂണ് പൈനാപ്പിൾ എസൻസ് ആണ്. 1/2 ടീസ്പൂണ് വാനില എസൻസ് ചേർത്തിട്ടുണ്ട്. ഓറഞ്ചിൻ്റെ എസൻസ് ഉണ്ടെങ്കിൽ അതും കൂടി 1/2 ടീസ്പൂണ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മൈദയുടെ മിക്സ് കുറച്ച് ചേർത്തിട്ട് ഇതിലേക്ക് നമ്മൾ സോക്ക് ചെയ്ത ഡ്രൈ ഫ്രൂട്ട്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് ഓറഞ്ചിൻ്റെ തൊലിയാണ്. വെള്ളപ്പെടാതെ എടുക്കണം. ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തതാണ്. പിന്നെ ഇതിലേക്ക് നട്ട്സാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. 1/4 കപ്പ് ബദാമും അണ്ടിപ്പരിപ്പുമാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ചെറുതായിട്ടൊന്ന് നുറുക്കി എടുത്തിട്ടുള്ളതാണ്. ഇനി ഇതിലേക്ക് കുറച്ച് മൈദയും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്യാം. ഇതിലേക്ക് 1 ടീസ്പൂണ് ലെമൺ ജ്യൂസാണ് നമ്മളിപ്പോൾ ചേർത്തിട്ടുള്ളത്. ഇനി ബാക്കിയുള്ള മൈദയും കൂടി ചേർത്തിട്ട് നല്ലോണം തന്നെ മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ ഇൻഗ്രീഡിയൻസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അതിൽ നോക്കിയാൽ മതി. അപ്പോൾ നമ്മുടെ ബാറ്റർ ഈ ഒരു രീതിയിലാണ് നമുക്ക് വേണ്ടത്. നല്ല ലൂസുള്ള ബാറ്ററല്ല നമ്മുടെ ഈ ഒരു പ്ലം കേക്കിൻ്റെ ഈ ഒരു കട്ടിയുള്ള ബാറ്റർ ആയിരിക്കും. ഇനി നമുക്ക് കേക്ക് ടിന്നിലേക്ക് ഇത് ഒഴിക്കാം. നമ്മളിപ്പോൾ 8 ഇഞ്ചിൻ്റെ ടിന്നാണ് എടുത്തിട്ടുള്ളത്. അടിയിലും സൈഡിലൊക്കെ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം പ്ലം കേക്ക് ബേക്ക് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും. അതുകൊണ്ട് തന്നെ ഇതുപോലെ ബട്ടർ പേപ്പർ വെക്കുന്നത് നല്ലതാണ്.
അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി ഹൈറ്റുള്ള കേക്കാണ് വേണമെന്നെങ്കിൽ 6 ഇഞ്ചിൻ്റെയോ അല്ലെങ്കിൽ 7 ഇഞ്ചിൻ്റെയോ ടിൻ എടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഹൈറ്റുള്ള കേക്കായിട്ട് കിട്ടും. ഇതിൻ്റെ മുകളിലായിട്ട് ഞാനിപ്പോൾ അണ്ടിപ്പരിപ്പും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ ഒരു കേക്ക് ഇപ്പം ഓവനിലാണ് ബേക്ക് ചെയ്യുന്നത്. ഓവനിലല്ലാതെ ചെയ്തിട്ടുണ്ട്. മുന്നേ ഞാനൊരു പ്ലം കേക്കിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഈ ഒരു കേക്ക് എനിക്ക് ബേക്ക് ചെയ്യാൻ 1 മണിക്കൂറാണ് എടുത്തിട്ടുള്ളത്. ആദ്യം ഒരു 160 ഡിഗ്രിയിൽ ഒരു 15 മിനിറ്റ് ബേക്ക് ചെയ്തതിന് ശേഷം ഞാൻ ഒന്നും കൂടി ഹീറ്റ് ഒന്ന് കുറച്ച് കൊടുത്തു. ഒരു 150-ലാണ് പിന്നെ ഞാൻ ബേക്ക് ചെയ്തിട്ടുള്ളത്. ടോട്ടൽ ഇപ്പോൾ 1 മണിക്കൂർ കൊണ്ടാണ് ഈ ഒരു കേക്ക് എനിക്ക് ബേക്ക് ചെയ്ത് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ പ്ലം കേക്കിൻ്റെ ബാറ്റർ കുറച്ച് തിക്കായതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് സമയം എടുക്കും ബേക്ക് ചെയ്ത് കിട്ടാൻ. ഇതിപ്പോൾ ഇതാ അടിപൊളി കേക്കായി വന്നിട്ടുണ്ട്. 2 സൈഡും നല്ല അടിപൊളി കളറായി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് മുകൾ സൈഡ് ഒന്നും കൂടി ഒന്ന് കളർ ആക്കണമെങ്കിൽ മുകളിൽ മാത്രമേ ഹീറ്റ് ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഈ ഒരു കേക്ക് നിങ്ങൾക്ക് മുറിച്ച് കാണിക്കുന്നത് 2 ദിവസം കഴിഞ്ഞിട്ടാണ്. നമ്മൾ ബേക്ക് ചെയ്തിട്ട് 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഇപ്പം മുറിച്ച് കാണിക്കുന്നത്. എന്നാലാണ് നല്ല സ്വാദുണ്ടാകുക. പുറത്ത് തന്നെ വെച്ചാൽ മതി, നല്ലോണം കവർ ചെയ്തിട്ട് പുറത്ത് തന്നെ വെച്ചാൽ മതി, ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ നമ്മുടെ കേക്ക് ഇതാ 2 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പം നിങ്ങളെ മുറിച്ച് കാണിക്കുന്നത്. നല്ല സ്വാദുള്ളൊരു കിഡിലൻ കേക്കായിരുന്നു. നമ്മൾ പുറത്തുനിന്നൊക്കെ ബേക്കറിയിൽ നിന്ന് മേടിക്കുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ ഈ ഒരു ക്രിസ്മസിനും ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നല്ല കിഡിലൻ കേക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിടാനും വിട്ടുപോകരുത്. താങ്ക് യു.